ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. സിംഗകണ്ഠത്ത് ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരു വീട് പൂർണ്ണമായും തകർത്തു. നടുവിൽ മറിയക്കുട്ടിയുടെ വീടാണ് തകർത്തത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. അടുത്ത നാളുകളിലായി മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ചക്കക്കൊമ്പൻ വരുത്തുന്നത്. കാട്ടാന പ്രതിരോധത്തിന് വനം വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ഉയരും. പുലർച്ചെ 3 മണിയോടെ ജനവാസ മേഖലയിലെത്തിയ ചക്കക്കൊമ്പൻ മറിയക്കുട്ടിയുടെ വീട് പൂർണ്ണമായും ഇടിച്ചു തകർത്തു. മറിയക്കുട്ടി കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോയിരുന്നു. സമീപവാസിയായ രാജരത്നത്തെ വീട് കാവലേൽപ്പിച്ചിരുന്നു. വീടിന് മുമ്പിൽ തീയിട്ട് രാജരത്നം ഉറങ്ങാതെ കാവലിരിക്കുമ്പോഴാണ് ചക്കക്കൊമ്പൻ എത്തുന്നത്. തൊട്ടടുത്തെത്തിയ ആനയെ കണ്ട് ഭയന്ന് രാജരത്നം ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ കാട്ടാന വീട് പൂർണ്ണമായും ഇടിച്ചു തകർക്കുകയായിരുന്നു. സൗണ്ട് കേട്ടു. ഈ പ്ലാവ് മറക്കുന്ന സൗണ്ട് കേട്ടു. മാവും ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു വെപ്രളം പറ്റി ഞാൻ ഒറ്റ ഓട്ടം കൂടി കഴിച്ചു. 2-3 മണിയായി കാണും സംഭവം നടക്കണം. നിങ്ങളെ വീട്ടിൽ ഞാൻ ഇറങ്ങുമോ ആന ഇരിക്കുമോ. വീട് മാത്രമല്ല, വീട്ടുപകരണങ്ങളും പൂർണ്ണമായി നശിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ചക്കക്കൊമ്പൻ പ്രദേശത്ത് വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. 301 ഉന്നതിയിലും സിംഗകണ്ഠത്തും സമീപ പ്രദേശങ്ങളിലുമായി നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മേഖലയിലുള്ളവർക്ക് കൈവശ ഭൂമിയായതിനാൽ നഷ്ടപരിഹാരമായി സർക്കാരിൽ നിന്നും ഒന്നും ലഭിക്കുന്നില്ല എന്നതും പ്രധാനമാണ്. കാട്ടാന നിരീക്ഷണത്തിനായി RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ സേവനം കാര്യക്ഷമമല്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. വീടും കൃഷിയിടവും നഷ്ടമായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും കാട്ടാനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.